സ്ക്രിപ്റ്റ് റൈറ്റർ സീരിയലില് അല്ലേ? ആക്ച്വലി ദർ ഇസ് നോബഡി എൽസ് ഹു ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് അല്ലെങ്കിൽ proven with ഒരു ഫുൾ പ്രോജക്റ്റ് പറയുന്ന രീതിയിൽ ആരും തന്നെ ഉണ്ടാവില്ല. ഒരു സംഗീത മോഹൻ മാത്രമുണ്ട്. അപ്പോ അവിടെ അത് ചേച്ചിക്ക് ഒരുപാട് ആ ഒരു എനിക്ക് മനസ്സിലാക്കാവുന്ന ആ ഒരു കോമ്പറ്റീഷൻ. അറ്റ്ലീസ്റ്റ് ഐ വാസ് ദ ഫസ്റ്റ് വൺ, അതെനിക്ക് പറയാം. പ്രൗഡ്ലി യു ക്യാൻ സേ. Yes, I can എന്നിട്ട് proudly ചേച്ചി ഈ തിരസ്കരിച്ച റിജക്ട് ചെയ്ത ആ ഒരു പ്രമുഖ ചാനൽ ചേച്ചിയുടെ ഈ ആത്മസഖി ഹിറ്റായി കണ്ടു കഴിഞ്ഞപ്പോൾ അവര് വീണ്ടും വിളിച്ചു. ചാനൽ വിളിച്ചു, പക്ഷെ എന്നെ റിജക്ട് ചെയ്തത് ഒരിക്കലും ചാനൽ ആയിരുന്നില്ല. It was that particular person who handled that chair. ആ ചെയർ ഹാൻഡിൽ ചെയ്ത ഒരാളുടെ മാത്രം ഒരു ഡിസിഷൻ ആയിരുന്നു അത്. ഭയങ്കര റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു അത്. പക്ഷെ പുള്ളി ലേറ്റർ ഓൺ ഹി മൂവ്ഡ് ഓൺ. ആ ചെയർന്ന് മാറി വേറെ ആളുകളൊക്കെ വന്നു. അതിനുശേഷമാണ് അപ്പൊ വീണ്ടും വിളിക്കുന്നത്. അതിനുശേഷം ആത്മസഖി ഒരുവിധം എസ്റ്റാബ്ലിഷ്ഡ് ആയി. നല്ല പ്രോജക്റ്റ് ആയിരുന്നു. ഇറ്റ് മെയ്ഡ് എ ഗുഡ് നെയിം. അത് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് TRP ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പം അതിന്റെ ഒരു ഗുണം എനിക്ക് കിട്ടി. ദാറ്റ് ഗോട്ട് മീ എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ റൈറ്റർ. അതിലാണ് അവന്തിക അല്ലേ? അതിനകത്തെ ക്യാരക്ടർ ആയിരുന്നു അവന്തിക. അവന്തികയുടെ മലയാളത്തിലേക്കുള്ള എൻട്രി വാസ് ഇൻ ആത്മസഖി. അവന്തിക ഉണ്ടാക്കിയ അവന്തിക അന്ന് ഈ പറയുന്ന ഇപ്പത്തെ പോലെ ഇങ്ങനെ ഒരു ഫാൻ ഫോളോവേഴ്സ് അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ലേ പോലും അവന്തികനെ ഇഷ്ടപ്പെടുന്ന, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു ഫാൻ ഫോളോവേഴ്സ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അവന്തികനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെ? ആ ഒരു ചാമും റേജന്റെയും ഡെബ്യൂ പ്രോജക്റ്റ് ആയിരുന്നു. അതെ. അപ്പൊ അവരുടെ ആ ഒരു ക്യൂട്ട്നെസ്സോ ചാമോ ബ്യൂട്ടിയോ ഇതൊക്കെയും പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിനും ഒക്കെ ഭയങ്കര അധികം ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് ചേച്ചിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഈ വർഷത്തെ നമ്മുടെ സീസൺ 7 ബിഗ് ബോസ് ഇല്ലേ, അതിനകത്ത് അവന്തിക ഉണ്ടാവുമെന്ന് പലരും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞൊരു പേരാണ്. പലരും പ്രതീക്ഷയോടെ കാത്തിരുന്ന. എന്നിട്ട് അവന്തികനെ കാണാത്തതിൽ കുറെ പേർക്ക് എന്നിട്ട് സങ്കടം എല്ലാവരും അവരുടെ അതൊക്കെ ഇങ്ങനെ അറിയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവന്തിക അത്രയും ഹൈലൈറ്റ് ചെയ്ത ആ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നിട്ട് സീരിയലിന്റെ ആ ക്ലൈമാക്സ് സീൻ ആയപ്പോഴത്തേക്ക് അവന്തികയ്ക്ക് വേണ്ടി ഡബ് ചെയ്ത ആളാണ് പിന്നീട് അതിലേക്ക് വരുന്നത്. അല്ലേ? ചേച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ അന്ന് നിങ്ങൾ കുറെ കേൾക്കേണ്ടിയും വന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് കുറെ എന്താ പറയാ പരാതികൾ, പരിഭവങ്ങൾ ഒക്കെ നിങ്ങൾ കേട്ടു. എന്തിനാണ് ഇതിന്റെ കാരണം അവന്തിക ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ഇമ്പാക്ട്, അവന്തികനെ കണ്ടുകൊണ്ടിരുന്നിട്ട് അവന്തികയ്ക്ക് ശബ്ദം കൊടുത്തിരുന്ന ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കാണുമ്പത്തെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിലുള്ള രണ്ടുപേരും തമ്മിലുള്ള ഡിഫറൻസ് അത് തന്നെയായിരുന്നു പ്രേക്ഷകർക്ക് അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. ക്ലൈമാക്സ് സീൻ ആയതുകൊണ്ട് നിങ്ങൾ അത് പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചെയ്തു. പക്ഷെ ചേച്ചിക്ക് അന്നത്തെ ആ ഇൻസിഡന്റ് ഒക്കെ ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു പ്രോജക്റ്റ് നന്നായി മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതിനകത്തെ എല്ലാവരും അതിനോട് ഒരുപോലെ സഹകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം പ്രോബ്ലംസ് വരും. അതായത് ഒരു കൂട്ടായ്മയാണ്, ഈ ഒരു കൂട്ടായ്മ കൊണ്ട് ഇതിന്റെ റിസൾട്ട് നന്നാവണം എന്നുള്ളൊരു ബോധത്തോടെ, ആ ഒരു ലക്ഷ്യബോധത്തോടെ പോയില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്തെ പേഴ്സണൽ ഈഗോസ് വലുതാവുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് വരുമ്പോൾ നമുക്ക് വേറൊരു വഴിയില്ലാതെ വരും. ഞാൻ മനോരമയിൽ ചെയ്ത രണ്ടാമത്തെ പ്രോജക്റ്റ് ആയിരുന്നു തുമ്പപ്പൂ. തുമ്പപ്പൂവിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അത് വേറെ പ്രോബ്ലം ഒന്നുമല്ല. നായിക ഗോട്ട് മാരീഡ് ആൻഡ് ഗോട്ട് പ്രഗ്നന്റ്. അപ്പം നമുക്ക് വേറെ ചോയ്സ് ഇല്ലാണ്ടായി. ഷീ വാസ് റെഡി ടു വർക്ക് ടിൽ അബൌട്ട് 3-4 months. പക്ഷെ എന്നാലും ഷീ വാസ് ഗെറ്റിംഗ് സിക്ക്. അപ്പൊ നമുക്ക് അവരെ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വയ്യാതെ വരുന്നു. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വന്നപ്പോൾ നമുക്ക് വേറെ വഴിയില്ലാണ്ട് പകുതിക്ക് വെച്ച് വി ഹാഡ് ടു ചേഞ്ച് ദ ഹീറോയിൻ. അതപ്പോ പകുതിക്ക് വെച്ച് ചേഞ്ച് ചെയ്യാണ്. മറ്റേത് ആത്മസഖിയിൽ അറ്റ്ലീസ്റ്റ് ആ ക്ലൈമാക്സ് സീൻ ആയപ്പോ കുറച്ച് സീനുകളിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വന്നിട്ടുള്ളൂ. എന്നാലും നിങ്ങൾ കുറെ പരാതികൾ കേട്ടപ്പോ ഇതിന്റെ ഈ പകുതിക്ക് വെച്ച് ചേഞ്ച് ചെയ്തപ്പോ നിങ്ങൾ എത്ര അധികം പരാതികൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു റൈറ്റർക്കായിക്കോട്ടെ, സീരിയലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ബാക്കി ഡയറക്ടർ, അതിന്റെ പ്രൊഡക്ഷൻ സൈഡ്, ഇവരൊക്കെ ശരിക്കും വല്ലാത്തൊരു ഫേസിലൂടെ അല്ലേ അപ്പൊ പോയിട്ടുണ്ടാവുക. കാരണം ഇത് വീണ്ടും പബ്ലിക്കിലേക്ക് ഇത് എത്തിക്കണം. അത് നിങ്ങൾക്ക് ഒരു ചാലഞ്ചിങ് ആയിരുന്നു. ആക്ച്വലി ചാലഞ്ചിങ് ആണ്. ഒരു ക്യാരക്ടർ ചെയ്തിരുന്ന ആർട്ടിസ്റ്റിന്റെ എസ്റ്റാബ്ലിഷ്ഡ് ഫേസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ മാറിയിട്ട് പുതിയൊരാളെ ആ ഫേസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ചാലഞ്ചിങ് ആണ് നമുക്ക്. എന്നാലും വി ആർ ലെഫ്റ്റ് വിത്ത് നോ ചോയ്സ്. ഇപ്പൊ അത് കുറച്ചുകൂടെ കോമൺ ആയിട്ടുണ്ട്. പല സീരിയലിലും നമ്മൾ കാണുന്ന ഫേസ് അല്ലല്ലോ അടുത്ത ദിവസം കാണാം. ഈ ആർട്ടിസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോമൺ നൗ ഡേയ്സ്. പക്ഷെ വേറൊരു കാര്യമുള്ളത്, പ്രേക്ഷകർ കുറച്ചുകൂടെ കോണ്ടന്റിൽ ഇമ്മേഴ്സ്ഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കണു. കാരണം ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ 2 എപ്പിസോഡിൽ ചിലപ്പോൾ അവർക്ക് ഈ മാറിയ ഫേസ് കാണുമ്പം അയ്യോ ദിസ് ഇസ് നോട്ട് വാട്ട് വി വാണ്ടഡ് ടു വാച്ച്, ഇത് എന്തോ ഒരു ഇൻകോൺഗ്രുവൻസി ഉണ്ട് എന്ന് തോന്നും. പക്ഷെ 3rd, 4th എപ്പിസോഡ്സ് കഴിയും തോറും അവരത് രജിസ്റ്റേർഡ് ആണ്. ദേ ടേക്ക് ഇറ്റ്. ദാറ്റ് ഷോസ് us that it's not the artist or the face.
Majorly, it's the content, the story which hooks the audience, viewers. and that character too. And the character. Yeah. പിന്നെ നമ്മൾ ഈ ക്യാരക്ടറൈസേഷൻസ് ഉണ്ടാക്കുമല്ലോ, അതാണ് ആളുകൾക്ക് ഗ്രിപ്പിംഗ് ആവുന്നത്. ഇറ്റ്സ് നോട്ട് ആക്ച്വലി അബൌട്ട്, നോട്ട് ഫുള്ളി അബൌട്ട് അവന്തിക ഓർ റേജൻ ഓർ നന്ദിത ഓർ സത്യജിത്ത്, അതായിരുന്നു അവരുടെ ക്യാരക്ടർ നെയിംസ്. അവർക്കിടയിലുള്ള ഒരു കോംബോ, ഒരു ഗിവ് ആൻഡ് ടേക്ക്, ഒരു കെമിസ്ട്രി, അത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് വെച്ചിട്ടാണ് ആളുകളെ ഹുക്ക് ചെയ്യുക. അതിൽ തന്നെ ഒരു എൽഡോലി റൊമാൻസും ഉണ്ടായിരുന്നു, വിച്ച് വാസ് ബീന ആന്റണി മനോജും ചെയ്ത രണ്ട് ക്യാരക്ടേഴ്സിന്റെ അവരുടെ ഒരു റാപ്പോ, അവരുടെ കെമിസ്ട്രി, ദാറ്റ് വാസ് ഓൾസോ ഡിഫറെന്റ്. അപ്പം ഈ രണ്ട് കാറ്റഗറീസിൽ, രണ്ട് ഏജ് കാറ്റഗറീസിലുള്ള ആളുകളെ ഗ്രിപ്പ് ചെയ്യുന്ന രീതിയിലായിരുന്നു നമ്മൾ ആ ക്യാരക്ടറൈസേഷൻസിന്റെ കെമിസ്ട്രി ഡെവലപ്പ് ചെയ്തിരുന്നത്. ഓ, അപ്പൊ അത് തന്നെയാണ് തമിഴിൽ നിന്നാണെങ്കിലും ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരിക, എന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇത് വരുമ്പോൾ ഇപ്പൊ നമുക്ക് കാണാം സീരിയലിൽ ഒന്നെങ്കിൽ മരിച്ചു എന്ന് പറഞ്ഞ് കാണിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞ് കാണിക്കും. ഇറ്റ്സ് മോർ ഈസി. ഇപ്പൊ അതൊരു ഇപ്പൊ ആൾക്കാരും അങ്ങ് സെറ്റായി, അതിലേക്ക് അഡാപ്റ്റഡ് ആയി അല്ലേ സീരിയലില്. ഓക്കെ, ഇതിപ്പോ അവര് തമ്മിൽ എന്തോ പ്രശ്നമായി പോയി, അടുത്ത ആളെ കൊണ്ടുവന്നു. ഓക്കെ, അവര് കഥ കാണാൻ വേണ്ടിട്ട് അവർ ഈ സ്റ്റോറിയാണ് മെയിൻ എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് പഠിക്കണത്. ഞാൻ അതിൽ നിന്ന് എടുക്കുന്ന എന്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി അബൌട്ട് ദ കോണ്ടന്റ്. കോണ്ടന്റ് നല്ലതാണോ, പ്രേക്ഷകർ ബാക്കി എല്ലാം സഹിക്കും, എല്ലാം ക്ഷമിക്കും. പക്ഷെ യു ഹാവ് ടു ഗിവ് ദം ഗുഡ് കോണ്ടന്റ്. ഓക്കെ, അത്രയും നല്ല കോണ്ടന്റ് ഇപ്പൊ സീ ടിവിക്ക് കൊടുത്തോണ്ടിരിക്കുന്ന സീ ടിവിയിലെ കോണ്ടന്റ് മാനേജർ ആണ് ഇപ്പൊ ചേച്ചി. എത്ര നാളെ സിയുടെ കൂടെ? എന്നൊന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ. സിയുടെ എല്ലാ പ്രോജക്ട്സും മിക്കവാറും നല്ല സ്റ്റോറീസ് എടുത്തിട്ട് റീമേക്സ് ആയിരിക്കും ചെയ്യുക. നല്ലപോലെ മലയാളത്തിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് നല്ല റീജിയണലി റൂട്ട് ചെയ്തിട്ട് ആയിരിക്കും ചെയ്യുക. പിന്നെ വി ആർ ഔട്ട്സോഴ്സിങ് ഇറ്റ് ടു റൈറ്റേഴ്സ് ഓൾസോ. പക്ഷെ നമ്മുടെ സീന്റെ ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ നന്നായിട്ടുണ്ടാവും അതില്. ഓക്കെ, അപ്പൊ ഇപ്പൊ സീൽ ഇപ്പൊ എത്ര നാളെ ചേച്ചി അസോസിയേറ്റ്? ഞാൻ സീ സ്റ്റാഫ് ആയിട്ട് ഇപ്പോ 2.5 വർഷം ഏകദേശം കഴിയണു. അപ്പൊ ഇപ്പം എഴുത്തും പരിപാടികളും സ്ക്രിപ്റ്റിംഗും ഫോർ സീ, അതായത് നമ്മുടെ പ്രോജക്ട്സിനകത്തുള്ള മാത്രമേ. മലയാളി പ്രേക്ഷകർക്ക് സിനിമാ താരങ്ങളെക്കാൾ ഒരു പിടി കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കൂടുതൽ സ്നേഹമുള്ളത് സീരിയൽ താരങ്ങളോടാണ്. അതിന് കാരണം എന്താണ്? സിനിമ നമ്മളൊരു 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കാണുന്നു, അതിലെ പാട്ടുകളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. ആ കുറച്ച് നാളത് നമ്മൾ മനസ്സിൽ ഉണ്ടായിരിക്കും. എന്നാൽ അവരെ കാണുമ്പോഴേക്കും ഒരു സന്തോഷം കാണും. ഒരു സിനിമ ഇറങ്ങി അത് ഹിറ്റായി ഒരു വർഷത്തോളം ചിലപ്പോൾ അതിൻ്റെ ഒരു ഔളവും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അടുത്തൊരു നല്ല നടൻ വരുമ്പോൾ അത് മാറും, മറ്റൊരു നല്ല നടി വരുമ്പോൾ അത് മാറും. അങ്ങനെ നടന്മാരിലും നടിമാരിലും മാറ്റങ്ങളും സ്ക്രിപ്റ്റിലെ മാറ്റങ്ങളും ഒക്കെ അനുസരിച്ച് ഇഷ്ടങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ സീരിയൽ താരങ്ങളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ സീരിയലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ചില സീരിയലുകളൊക്കെ 3, 4, 5 വർഷമൊക്കെ അങ്ങ് നീളും. അപ്പോൾ നമ്മൾ എന്നും നമ്മുടെ വീട്ടിലിരുന്ന് അരമണിക്കൂറൊക്കെ ഒരു സീരിയൽ കാണുമ്പം ഒരു 7 മണി മുതൽ 10 മണി വരെ വീട്ടിന് മുന്നിൽ ടിവിക്ക് മുന്നിൽ ഇരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ അവർക്ക് എന്നും കണ്ട് പരിചയം, ആഴ്ചയിൽ 5-6 ദിവസം ഇവർ കാണുന്നത് സീരിയലാണ്. അപ്പോൾ ഇവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടാകുന്നത് സീരിയൽ താരങ്ങളാണ്. ഇവരെ എന്നും ഞാൻ കാണുന്നുണ്ട്, ഇവരെൻ്റെ വീട്ടിലെ ആളുകളാണ് എന്നൊരു രീതിയായിരിക്കും വരുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിലെ താരങ്ങളായത് ജ്വാലയ എന്ന സീരിയലിലൂടെയാണ് സംഗീത മോഹൻ നമ്മുടെ മനസ്സിൽ ഇടം നേടിയത്. ശരിക്കും പറഞ്ഞാൽ സംഗീത ഒരു സീരിയൽ നടി എന്നതിലുപരി ഒരു തിരക്കഥാകൃത്ത് കൂടിയാണ്. നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് സംഗീത. സൂര്യയിലാണെങ്കിലും മഴവിൽ മനോരമയിലാണെങ്കിലും ഏഷ്യാനെറ്റിലാണെങ്കിലും ഒരുപാട് സീരിയലുകളിലെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ സംഗീത മോഹൻ ഇടം നേടിയിട്ടുണ്ട്. പിന്നണിയിൽ പ്രവർത്തിക്കാനാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് അങ്ങനെ സംഗീത മോഹൻ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഒരു സമയം വരെയും സീരിയലിൽ തിളങ്ങി നിന്ന, ശക്തമായ വേഷത്തിൽ തന്നെ തിളങ്ങി നിന്ന നടിയാണ് സംഗീത മോഹൻ. പിന്നീട് താരം സീ കേരളത്തിൽ കണ്ടന്റ് ഹെഡായി ജോയിൻ ചെയ്യുകയായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായും അഭിനയം നടത്തി ഈ ഒരു ജോലിയിലേക്കാണ് താരം കടന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ, അതായത് നടന്നു പോകുന്ന സംഗീതയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സീരിയൽ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലാണ്, ഞാൻ അഭിനയം പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന് താരം തന്നെ പറയുന്നുണ്ട്.